കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ് തൻഷാൻ സാർ. അപ്പോൾ അദ്ദേഹം അന്ന് കണ്ട സമയത്ത് ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു ചാക്കിൻ്റെ മൂലക്കമുള്ള, അപ്പോൾ എന്നെ ഇങ്ങനെ കാണുന്ന പോലും ഇല്ല ആൾ. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഭയങ്കര ബിസിനസ് മാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം എന്നെ കണ്ടപ്പം തന്നെ ഇയാൾ വലിയ ഷോക്കായി, ഒന്നും കേൾക്കുന്ന പോലും ഇല്ല. നമ്മൾ സാധാരണക്കാർക്ക് എപ്പോഴും പരാതിയാണ്, നമ്മൾക്ക് അത് പോരാ ഇത് പോരാ, നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റൂല ഇത് ചെയ്യാൻ പറ്റൂല. ഞാൻ അടക്കമുള്ളവരാണ് കേട്ടോ ഈ പറയുന്നത്. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്നുള്ളത് നമ്മൾക്ക് വരാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് തൻഷാൻ സാറെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ സങ്കടവും സിമ്പതി അല്ലാണ് തോന്നിയത്. അടുത്തറിഞ്ഞപ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്, ആൾ ചെയ്യുന്ന പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ. അപ്പോൾ എന്തല്ല തൻഷാൻ സാറേ, സുഖമല്ലേ? സുഖം. നമ്മുടെ ടിപ്സ് ഗാലറിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ എന്താ സംഭവം എന്ന് അറിയണ്ടാവില്ല. ഞാൻ ഈ കാണുന്ന രീതിയിലേക്ക് ആയി മാറിയത് എൻ്റെ 1ാമത്തെ വയസ്സിൽ തന്നെ ഒരു പോളിയോ വെച്ച സമയത്താണ് ഈ കാണുന്ന രീതിയിൽ മാറിയത്. അപ്പം ഈ ഒരു അസുഖത്തിൻ്റെ പേര് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. ഡോക്ടർമാർ 100% ഹാൻഡിക്യാപ്ഡ് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് തന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ചെറുപ്പകാലത്ത് തന്ന ഇഞ്ചക്ഷൻ വെച്ച സമയത്ത് ഈ കാണുന്ന രീതിയിലായി. പിന്നീട് നടക്കാനും ചെയ്യാനും ഒരു സാധനം എടുത്ത് പൊന്തിക്കാൻ വരെ പറ്റാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് ആ ഒരു പോളിയോ ബാധിച്ച അന്ന് മുതലായിരുന്നു. 100% ഡിസേബിൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്ത് വന്നിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ചികിത്സ കാര്യങ്ങൾ വേണ്ടിയിട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു? ഒരുപാട് കാലം എൻ്റെ ഫാമിലിക്ക് ഇത് തന്നെയായിരുന്നു പണി. കാരണം പല ഹോസ്പിറ്റലുകളിലും എന്നെ എടുത്തു കൊണ്ടുപോയിട്ട് ചികിത്സ നോക്കിയിരുന്നു. പിന്നീട് അതൊരു കുറച്ച് കാലയളവിന് ശേഷം അത് നിർത്തിയായിരുന്നു ചെയ്തത്. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വന്ന സമയത്ത് പിന്നീട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇത് തൻഷാൻ എടുക്കലും കാര്യങ്ങളൊക്കെ ആരോ സഹായിക്കാൻ കൂടുതലുണ്ടാകും? എൻ്റെ ഉമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും മൊത്തം. പിന്നെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ അവിടെയാണ് ഞാൻ ഈ കാണുന്ന രീതിയിലേക്ക് ആവുന്നത് തന്നെ. എൻ്റെ ആ ഉമ്മാൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് ആ സമയത്തുണ്ട്. എൻ്റെ ഉപ്പാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്ത് പുറത്തുള്ള ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഉമ്മ സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എന്നെ ആ ഒരു 4ാം ക്ലാസ് വരെ എടുത്തു കൊണ്ടുപോയിട്ടൊക്കെയാണ്. വലിയ കുന്നൊക്കെ കയറിയിട്ട്, അതെ അതെ, കുന്നൊക്കെ കയറിയിട്ട് എടുത്തു കൊണ്ടുപോയിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ ആ സമയത്ത് പല ആളുകളും ഉമ്മ ചോദിച്ചിട്ടുണ്ട് പഠിക്കണോ, പക്ഷെ ഉമ്മ സ്വന്തം പഠിപ്പിച്ചേ പറ്റുമെന്നുള്ള ആ രീതിയിൽ തന്നെ എടുത്തു കൊണ്ടുപോയി പഠിപ്പിച്ചു 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അനിയനും എൻ്റെ കൂടെയായിരുന്നു പഠിച്ചത്. അപ്പോൾ അവനും ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഹെൽപ്പോടുകൂടി പിന്നെ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ മീഡിയ, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, ഇങ്ങനെ 1-2 കോഴ്സൊക്കെ എടുത്തിട്ട് വീട്ടിൽ തന്നെ പഠിക്കാമെന്ന് പിന്നീട് ചെയ്തത്. ഡിഗ്രിക്ക് SM കോളേജ് കിട്ടിയായിരുന്നു, പക്ഷെ പോയിട്ടില്ല. അപ്പോൾ ഉമ്മയാണ് എല്ലാത്തിനും സഹായം. തുല്യ ഉമ്മ തന്നെയാണ്. അതെ, 100%. നമ്മളിപ്പോൾ തൻഷാൻ്റെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്, ജസ്റ്റ് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ തൻഷാനെ പഠിപ്പിച്ച ടീച്ചർ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ തൻഷാനെ കുറിച്ച് ടീച്ചറോടൊന്ന് നമുക്ക് ചോദിക്കാം. ടീച്ചറെ, തൻഷാൻ 1ാം ക്ലാസ്സിലാണ് ഇവിടെ വന്ന് ചേർന്നത്. അപ്പോൾ ഉമ്മ എടുത്തിട്ടാണ് കൊണ്ടുവന്ന് ചേർത്തത്. അപ്പോൾ നടക്കാൻ പറ്റൂല, വീൽ ചെയർ ഉണ്ട്. ഉമ്മ എടുത്തുകൊണ്ടെന്ന് വീൽ ചെയറിലിരുത്തു. ബാക്കി എല്ലാ കാര്യവും സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണം അവന് കൊണ്ടു കൊടുക്കും. മറ്റുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് സഹായിക്കലുണ്ട്. ഈ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമല്ലാണ്ട് തൻഷാന് വേറൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാ പരിപാടിയിലും നമ്മൾ കലാമേളയിലും എല്ലാത്തിലും അവനെ പരമാവധി പങ്കെടുപ്പിക്കലുണ്ട്. കളിക്കുമ്പം കുട്ടികളെ വീൽ ചെയർ ഉന്തിയിട്ട് പുറത്ത് ഗ്രൗണ്ടിൽ കൊണ്ടിരുത്തും. കുട്ടികളെ ഒന്നിച്ചിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നോർമൽ ആളെക്കാളും മനസ്സ് പവർ അതൊക്കെ ഉണ്ട്. നല്ല മനസ്സ് പവറുണ്ട്. ക്ലാസ്സിലിരുന്ന് എല്ലാം എഴുതാനും പഠിക്കാനും ക്വിസ് മത്സരത്തിലും എല്ലാം പങ്കെടുക്കും. നല്ലൊരു കുട്ടിയാണ് തൻഷാൻ. എന്തായാലും സന്തോഷം. ഓക്കെ. അതുപോലെ തന്നെ കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ് തൻഷാൻ സാർ അല്ലേ? ഇന്ത്യയിൽ തന്നെ 7ഓളം സംസ്ഥാനങ്ങളിൽ. അതെ, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇന്ന് ബിസിനസ് നടന്നു പോകുന്നു.
അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സുമായിട്ടാണ് ഇപ്പോൾ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ഇതും, പിന്നെ അതുപോലെ തന്നെ മുമ്പ് പഠനം കഴിഞ്ഞപാട് എന്താണ് ചെയ്തിരുന്നത്? അത് +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു റൂമിലിരുന്നായിരുന്നു പഠിക്കൽ. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരാൾ പോയി എപ്പോഴും ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയല്ലോ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് മാനസികമായിട്ട് പല ടെൻഷനും കാര്യങ്ങളൊക്കെ വന്ന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് നാട്ടിലൊരു ചെറിയ ഒരു ഷോപ്പ് വെക്കാന്നുള്ളത്. അങ്ങനെ ഷോപ്പ് വെക്കാന്ന് ഫാമിലി ബാക്കി സപ്പോർട്ടെല്ലാം എങ്ങനെയായിരുന്നു? അതെ, അത് ആദ്യം തുടങ്ങിയത് പിന്നെ ഒരു ബാങ്കിൽ നിന്ന് കുറച്ച് ലോണൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഒരു ചെറിയ ഷോപ്പാണ്. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷെ എന്താ പറയുക, അവിടെ ഒരു 6 മാസം കഴിഞ്ഞിട്ടും 2 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ. പക്ഷെ എന്നിട്ടും അവിടെ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പച്ചക്കറി, ചായ, ഒരു ചെറിയ ഷോപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കി. അതെ 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 അതെ, ഒരു മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ ആക്കിയാവില്ല. പക്ഷെ എന്നിട്ട് ഒരു ചെറിയ ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ കച്ചവടം തീരെ നടക്കാണ്ടായി. ഏകദേശം 7 ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു കടബാധ്യതയായി. അപ്പോൾ മൊത്തം ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് പിന്നെ സിസ്റ്റാവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു ബിസിനസ് അവസരം അവിടെ സ്റ്റേഷനറി കൊണ്ടുവരുന്ന ഒരു വ്യക്തി എനിക്ക് പരിചയപ്പെടുത്തിയത്. അന്ന് വേറെ ആരെയും കൂട്ടിയിട്ടാണ് ഈ സ്റ്റേഷനറി വെക്കുന്ന വ്യക്തി എൻ്റെ ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് കമ്പനിയുടെ തന്നെ നാഷണൽ ടീം കോർഡിനേറ്ററായി നിൽക്കുന്ന ഹിതേ സാറേയും കൂട്ടിയിട്ടാണ് എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് കണ്ട സമയത്ത് ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു ചാക്കിൻ്റെ മൂലക്കവുള്ള, അപ്പോൾ എന്നെ ഇങ്ങനെ കാണുന്ന പോലും ഇല്ല ആൾ. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഭയങ്കര ബിസിനസ് മാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം എന്നെ കണ്ടപ്പം തന്നെ ഇയാൾ വലിയ ഷോക്കായി, ഒന്നും കേൾക്കുന്ന പോലും ഇല്ല. കാരണം ഇതാരുടെ ഞാൻ ബിസിനസ് പറയേണ്ടതെന്നുള്ള നിലയിൽ. അപ്പം വന്ന സ്ഥിതിക്ക് അദ്ദേഹം വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചു നടക്കൂല എന്നുള്ള രീതിയിലായിരുന്നു വന്നേ. പക്ഷേ അവരൊരു 3-4 മണിക്കൂർ എൻ്റെ അടുത്ത് ഇരുന്നു ബിസിനസ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിട്ടായിരിക്കും എൻ്റെ അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പിന്നീട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇന്ന് 2 വർഷത്തിനടുത്ത് ഒരു ചെറിയ രീതിയിലൊക്കെ കടമൊക്കെ മാറി വരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാർ അച്ചീവ് ചെയ്യാനും ഇന്ന് പല സ്ഥലങ്ങളിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊക്കെ പോകാനുള്ള അവസരവും പല 10,000 ആളുകൾ അടങ്ങുന്ന വലിയ പ്രോഗ്രാമിലൊക്കെ വെച്ചിട്ട് സംസാരിക്കാനുള്ള അവസരവും. പണ്ട് ഒരു 1-2 ആളുകൾ വരുമ്പം തന്നെ പേടിച്ച് വിറച്ചിരിക്കുന്ന തൻഷാനിൽ നിന്നും ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് എത്ര വലിയ ആളുകൾ വന്നാലും സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടിയത് ഈ ഒരു കാലയളവിലാണ്. 100% ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ നോർമലാന്ന് പറയുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസ് വരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് തൻഷാൻ സാർ അല്ലേ. ഏകദേശം വലിയൊരു 10,000-ഓളം ആൾക്കാർ വരുന്ന വേദിയിൽ വരെ തൻഷാൻ സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ടല്ലേ. ഈ വണ്ടിയെല്ലാം അത് എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ വരും. ആ സമയം ആളെത്തിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു ജീവിതയാത്രയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ പറ്റിയ നല്ല ടിപ്സ്? എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെപ്പോലുള്ള ആളുകൾ ഈ ലോകത്ത് ഒരുപാടുണ്ട്. ഒന്ന്, അവർക്ക് എന്നെ കണ്ടിട്ടൊരു പ്രചോദനം ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കാര്യത്തിന് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് ഒരു പാൻറ് വാങ്ങിച്ചു തരാത്തതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ SLC എക്സാം പാസ്സാകാത്തതിൻ്റെ പേരിൽ, അതുപോലെ കാമിക്ക് നോ പറഞ്ഞതിൻ്റെ പേരിൽ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ലോകത്ത് പരിമിതിയില്ലാത്ത ഒരു വസ്തു പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു ഹെലികോപ്റ്റർ പോലും ഒറ്റയടിക്ക് പറന്ന് ലാൻഡ് ചെയ്യുന്നില്ല, അതിന് പോലും പരിമിതിയുണ്ട്. അതുപോലെ പരിമിതികളില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലുള്ള എന്ന കാര്യമാണ് എനിക്ക് ഈ ഒരു സമൂഹത്തിനോട് പറയാനുള്ളത്. ഇനി എന്താണ് ഭാവി പരിപാടി? ഭാവി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരാളിൽ നിന്നും
ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളോടൊപ്പം ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള പല സ്ഥലങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് പിന്നെ ഒരു നല്ല എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ അതൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെതായ രീതിയിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അത് സാധിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക അല്ലേ? അതെ അതെ. ഇനി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സാധാരണ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എല്ലാവരും പറയും വീഡിയോ കാണുന്നില്ല. ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഒക്കെ കിട്ടും. അപ്പോൾ തൻഷൻ സാറേ ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഏതായാലും നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.